പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് വന്നേക്കണത് രേണുവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയാനാണ്. നിങ്ങളത് അറിയണം. നിങ്ങളേ ഉള്ളൂ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ നല്ല കൂട്ടുകാർ. ഇതിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ നിർബന്ധിക്കണില്ല കേട്ടോ. അവള് ആ പൈസ അവർക്കായത് അവരുടെ സ്റ്റേജ്, അതേപോലെ അവരെടുക്കുന്ന മെഡിസിൻ വെച്ചിട്ട് അവർക്ക് ആ പൈസ എന്ന് പറയുന്നു. അത് നിനക്കെന്താണ് അത്ര കുറ്റം? എത്ര വലിയ എന്താണ് നിനക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. അതിന്റെ കൂടെ കുറെ പേര് വോയിസ് ഒക്കെ അയച്ചേക്കുന്നു, ഹൈജീനിക് ആയിട്ട് നിൽക്കണം, അവർ ഹൈജീനിക് ആയിട്ട് നിൽക്കുമല്ലെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു ആൾക്കാരെ കുറിച്ച് ഒന്നും കാണാതൊന്നും പറയരുത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറെ ദിവസമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കേസാണ് രേണു സുധിയുമായി റിലേറ്റ് ചെയ്തിട്ട്. അവർക്ക് തീരെ വയ്യ, അവര് ചിലപ്പോൾ അധികം കാണത്തില്ല, അവർ ഉടനെ അങ്ങ് തീരും. ഈ ഒരു സെറ്റപ്പിലുള്ള വർത്തമാനങ്ങൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. സീരിയസ്ലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ വയ്യാണ്ടിരിക്കുമ്പോൾ ഓക്കെ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? എടാ നിനക്കൊന്നുമില്ല, നീ ഓക്കെ ഒന്ന് സെറ്റാവും, പിന്നെ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറം വന്നവർ ജീവിച്ചിരിക്കണം, പിന്നെയാണ് നീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ മോട്ടിവേറ്റാണ് ചെയ്യാറ്. എന്നാൽ രേണു സുധിയുടെ ഈ ഒരു വിഷയം വന്നപ്പോൾ രേണു സുധിക്ക് വയ്യ എന്നുള്ളത് ഓക്കെ, രേണു സുധി സ്വന്തമായിട്ടും വന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ തട്ടിപ്പോയ എൻ്റെ ഋതപ്പന മറ്റവർ നോക്കണം ഇവർ നോക്കണമെന്നൊക്കെ. എന്നാൽ രേണു സുധി സപ്പോർട്ട് ചെയ്യുന്നവരും വന്ന് പറയുന്നുണ്ട് അവരധികം ഇനി കാണത്തില്ല, അവരിങ്ങനെയാണ് അവരങ്ങനെയാണ്. എന്തുവാടെ എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം ഒരാൾക്ക് വയ്യെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് അവരെ മോട്ടിവേറ്റ് ചെയ്യും. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ അവർ ഉടനെ തട്ടിപ്പോവും, അവർ ഇപ്പം തീരും, പോയി വന്ന് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് അവരെ മാനസികമായിട്ട് നമ്മൾ തളർത്തുകയാണോ ചെയ്യേണ്ടത്? എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പലരിലും ഞാൻ ആ ഒരു വർത്തമാനം കാണുന്നുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ അന്താളിച്ചിരിക്കുകയാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഞാൻ എടുക്കുന്നില്ല, ഈ പറയുന്ന ആൾക്കാർ, അതായത് രേണു സുധിക്ക് ഉടനെ ഇപ്പം തീരും, അവൾ അത്രയും സീരിയസിലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്കൊരു അസുഖം വന്നോ അല്ലാണ്ട് വയ്യാണ്ട് കിടക്കുമ്പോഴോ അല്ലെ മറ്റെന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് തളർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ നീ ഇനി അധികം നാൾ കാണത്തില്ല, നീ തട്ടിപ്പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം തരണം കേട്ടാ, ഉറപ്പായിട്ട്. കാരണം രേണുവിന് തീരെ വയ്യ വന്നിരുന്ന് പബ്ലിക്കിൽ വിളിച്ച് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും നമുക്ക് ഒരു ടീമിന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആ ടീം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് തോന്നുന്നു, 2 പേരായിട്ടാണ് ഇരുന്ന് കാണുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് എവിടെയൊക്കെ ഒരു മിസ്മാച്ച് തുടങ്ങി. ഇവർ ഷെഫീനെ റിയാക്ട് ചെയ്യുന്നതാണ് ബേസിക്കലി. ഓക്കെ, ഇപ്പോൾ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും സംഭവിക്കണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല. അവർക്കൊന്നും സംഭവിക്കാതെ ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത്. അസുഖം പൂർണ്ണമായി മാറട്ടെ എന്ന്. പക്ഷേ ചെയ്യുന്ന കള്ളത്തനങ്ങളും പറയുന്ന കള്ളത്തനങ്ങളും ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ വിമർശിക്കുന്നത് ശക്തമായിട്ട്. അപ്പം അതിനെ തുടർന്ന് അവർക്ക് നല്ല നെഗറ്റീവും ഉണ്ട്. പിന്നെ അവർ വെറുതെ ഈ വയ്യാത്ത സമയത്ത് വെറുതെ ഇരുന്നും കൊണ്ട് ആ കിച്ചുവിനെ ചൊറിഞ്ഞ് അതിനെ തുടർന്ന് അതൊരു കോൺട്രവേഴ്സിയായി. അങ്ങനെ മൊത്തത്തിൽ അവർ തന്നെയാണ് അവരുടെ കുഴി കുഴിച്ചു വന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അവരെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി നാട്ടുകാരുടെ വായിലിരിക്കും തള്ളക്കളി വാങ്ങിച്ചു കൂട്ടി അവസാനം പഴയ പരിപാടി തന്നെ തുടങ്ങി. എല്ലാം കള്ളത്തനം പറച്ചിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ വിഷപ്പ് വന്ന് അങ്ങനെ മൊത്തം വിഷയങ്ങളായി. സത്യം പറഞ്ഞാൽ രേണു, നിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹതാപമുണ്ട്. ഉള്ള കാര്യം പറയാം. നിന്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നിനക്ക് നല്ലത് പറഞ്ഞെന്ന് ബോധത്തോടെ പറഞ്ഞു തരാനായിട്ട് ആരും ഒന്നുമില്ല. എല്ലാ മണ്ടത്തരങ്ങളും പറഞ്ഞ് നിന്നെ കൊണ്ട് കുഴി ചാടിക്കുന്നതല്ലാണ്ട് നിന്റെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിയിട്ട് ആരും നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഷെഫീനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഈ ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നെയാണ്, നമുക്കൊന്ന് കാണാം. ഇനോഗ്രേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഓൾറെഡി ഇതിൽ കാണുന്നതാണ് നമ്മൾ ഓൾറെഡി പരാതികൾ കൊടുത്തിട്ടുണ്ട്. മുരളീധരനാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. വായിച്ചോക്കാം. രേണു സുധി എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് ബ്രസ്റ്റ് ക്യാൻസറായി കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു. ആ പാവ സ്ത്രീയോട് ഓരോ കീമോ ചെയ്യുമ്പോൾ 2 lakhs രൂപ മെഡിക്കൽ മേടിക്കാൻ പറഞ്ഞതായി അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു. അത് സത്യമാണെങ്കിൽ പാവങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ എങ്ങനെയാണ് ചികിത്സ നൽകുക? ഇത് ഹെൽത്ത് മിനിസ്റ്റർ ഉടൻ ഇടപെട്ട് ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്ന് ചെറിയ പൈസയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ കംപ്ലൈന്റ് ചെയ്യാനോ ഒപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ കോട്ടയം ഒരു സമരം നടത്താനോ ആലോചിക്കുന്നു. അതിനു മുൻപ് അവർ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇവർക്ക് എന്തിന്റെ കടിയാണെന്നുള്ള കാര്യം അറിയത്തില്ല ഈ ശവന്തീനിക്ക്. കാര്യം എന്ത് കടിയാണ്? ഇത് എടാ നിനക്ക് ബോധം ഉണ്ടാടാ? നിനക്കത് ബോധമുണ്ടോ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. രേണു ഒന്ന് പബ്ലിക്കിൽ വിളിച്ച് പറയുന്നത് എനിക്ക് 2 ലക്ഷം രൂപയായിരുന്നു. ഓക്കെ, ചിലപ്പോൾ രേണുവിന് 2 ലക്ഷം രൂപ ഇപ്പം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു കാണും. പിന്നെ കാരുണ്യയുടെ ഇതിൻ്റെയൊക്കെ ഇതിൽ അത് തിരിച്ചു കിട്ടാൻ മേ ബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും, അതറിയത്തില്ല. അല്ലെങ്കിൽ അത് രേണു വ്യക്തമായിട്ട് പറയണം. അല്ലാണ്ട് വന്നിട്ട് 2 ലക്ഷം രൂപയാവുന്നു എനിക്ക് ഓരോ കീമോയ്ക്കെന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് പേടി വരത്തില്ലേ? ക്യാൻസറൊക്കെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നവരൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് അറ്റാക്ക് ഒന്ന് ചാവും. നിനക്ക് ബോധമില്ല എളിയ? നീ എന്തുവാ ഇത് പറയുന്നേ? സാമാന്യ ബോധം വേണ്ടേ? പബ്ലിക്കിൽ നമ്മൾ വിളിച്ച് പറയുന്നതാണ് രേണു, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ് വിളിച്ചു പറയാൻ നിൽക്കുന്നത്?
മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് അതിനെ എക്സ്പോസ് ചെയ്ത് അതിൻ്റെ കള്ളത്തരങ്ങളും എല്ലാം നാട്ടുകാരെ അറിയിക്കുമ്പോൾ അതിപ്പോൾ തെറ്റാണോ? എന്താ അവരിപ്പം മന്ത്രിക്ക് ഇങ്ങനെ ഒരു മെയിൽ അയച്ചത് തെറ്റാണോ? നീയൊക്കെ എന്തുവാടേ? സാമാന്യ ബോധം വെച്ച് ചിന്തിക്കുക അതിൻ്റെ പൊന്നളിയാ. ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന ഒരാള്, നമ്മൾ ഈ പറയുന്ന പുള്ളിക്കാരനെ കുറിച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ക്യാൻസർ എന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ ചെയ്തത്. അത് നമുക്ക് നീ വലിയ നന്മമരോടെ. നിങ്ങൾ രണ്ടുപേരും നന്മമരങ്ങൾ. നിങ്ങൾ രണ്ടുപേരും പുണ്യാളന്മാരും പുണ്യാളത്തികളും. ബാക്കിയുള്ളവന്മാരെല്ലാം മറ്റേ അമ്പലം. ബാക്കിയുള്ളവർ ഓക്കെ. നിങ്ങൾ രേണു സുധി വെച്ച് കണ്ടന്റ്. ഞാൻ രേണു സുധി വെച്ച് തന്നെ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ. വേണമെങ്കിൽ എടുത്ത് വെച്ച് കൂട്ടി നോക്ക്. എനിക്ക് തോന്നുന്നു 10, 100, 200 മേളിൽ കാണും. അഭിമാനത്തോടു കൂടി പറയുന്നതെന്നല്ല, കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയെന്ന് പറയും, തെറ്റെന്ന് തോന്നുന്നു തെറ്റെന്ന് പറയും. മുന്നിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയും. നിങ്ങൾ രേണു സുധി വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാത്തവർ ഇപ്പം അങ്ങ് വന്നിരിക്കുന്നു. ഇപ്പം നല്ല കാശ് കിട്ടണ കണ്ടന്റ് ഉണ്ടാക്കിയപ്പോൾ കോപ്പ്. ഇപ്പൊ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ പുള്ളിക്കാരി ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ, പുള്ളിക്കാരിയുടെ ഭാഗത്ത് നല്ല കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അപ്പൊ നിനക്കറിയാം പുള്ളിക്കാരിയുടെ ഭാഗത്ത് നല്ല കാര്യമല്ല. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സപ്പോർട്ട് ചെയ്തു. സഹതാപം തോന്നി. രേണു സുധിക്കൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത്. പക്ഷെ കള്ളത്തനങ്ങൾ ഉടായ്പകളും കാണിച്ചു കഴിഞ്ഞാൽ വിളിച്ച് പറയാൻ തന്നെ ചെയ്യും. അതിനിപ്പോൾ ആരൊന്നും ഊരൊന്നും പേരൊന്നും നമുക്കില്ല കേട്ടാ എൻ്റെ പൊന്നളിയാ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോഴത്തേക്ക് അവരെ അവരുടേതായിട്ടുള്ള രീതിയിൽ വിടുക, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും ചെയ്യണ്ട എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സ്ത്രീ അവരെ ശവം തിന്നാനായിട്ട് നടക്കുന്ന ശവന്തീനിയാണ്. ഇവള് തിന്ന് കൊഴുക്കണ മൊത്തം ഈ പറയുന്ന രേണു സുധീരെ കണ്ടിട്ടാണ്. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തില്ല. ആരെ? ഷെഫീന ബീബിയെ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. ഞാൻ ഇപ്പൊ ഈ വിഷയത്തിൽ ഞാനൊന്നും പറയാൻ വരുന്നില്ല ബേസിക്കലി. പക്ഷെ നിങ്ങൾ പറയുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ ഷെഫീന ബീബിയെ ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തതാണ്. കാരണം അവരുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല, അവർക്ക് എന്നെ ഇഷ്ടമില്ല. നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോകുന്ന ടീംസ്. അവർക്ക് എന്നെയും കണ്ടുകൂടാ, എനിക്ക് അവരെയും കണ്ടുകൂടാ. ഓക്കെ, എന്ന് വെച്ചിട്ട് ആവശ്യമില്ല വലിച്ചു കയറിയിട്ട് അടിക്കാനൊന്നും ഞാനില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറ. സത്യം പറഞ്ഞ എന്തിനാ പാവത്തിനായിട്ട് ഇങ്ങനെ കൊല്ലക്കൊല ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത്. അതിനനുസരിച്ച് ഒരുപാട് പൊന്നു ചേച്ചി അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുമ്പോൾ പറ കേട്ടാ. അത്രയ്ക്കങ്ങ് സഹതാപം വാരി എറിയുമ്പോൾ പൊതുസമൂഹത്തിലോട്ട് വിളിച്ചു പറയുന്ന കാര്യങ്ങളുള്ള മണ്ടത്തരങ്ങളുണ്ട്. പിന്നെ കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തത്, അതും രേണു ഈ വയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ ഇട്ടുകൊടുത്തതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആൾക്കാര് കമന്റ് ഇട്ട് ചത്ത് കണ്ടാ മതി. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള അത് മോശം കമന്റ് തന്നെയാണ്, ഇല്ലെന്ന് പറയല്ല. അവള് ചത്ത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന മോശം മെന്റാലിറ്റി തന്നെയാണ്. ഞാനത് വിമർശിച്ചിട്ടുള്ളത് തന്നെയാണ്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുമില്ല. ഓക്കെ, ആർക്ക് സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആണിങ്ങനെ വന്നിരുന്നെങ്കിൽ ഇവളിങ്ങനെ വന്നിരുന്നു പറയോ അതാ. ഇനി അടുത്തൊരു ഒരു ഇതുണ്ട്, ഒരാൾക്കോട് അയച്ചിട്ടുണ്ട്. ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് അടുത്ത ഉമ്മൻചാണ്ടിയുടെ മോനായിട്ടുള്ള പുള്ളിയുടെ പേരെന്താണ്, ചാണ്ടി ഉമ്മൻ അയച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പർ കിട്ടും. ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പരാതി അയക്കാം. ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഓൾറെഡി. അതേപോലെ ചാണ്ടി ഉമ്മൻ ഞാനിപ്പോൾ പരാതി അയച്ചാൽ എന്താണ് വിഷയം? പിന്നെ ഇങ്ങനെ ഒരാളെന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ട് ലക്ഷങ്ങൾ അയച്ചു കൊടുക്കണോ? അയച്ചു കൊടുക്കുന്നവർക്ക് കൊടുക്കാം. നിനക്ക് പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുകൊടു. ഈ ലോകത്ത് രേണു സുധി മാത്രമൊന്നുമില്ല ക്യാൻസർ പേഷ്യൻസ് ഒരുപാട് പേരുണ്ട്. നാളെ എനിക്ക് നിങ്ങൾക്കും ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. നമുക്ക് എല്ലാം ഇതേ സിറ്റുവേഷൻ വന്നേക്കാം. അറിയാൻ പറ്റത്തില്ല, ആർക്കും വരാതിരിക്കട്ടെ, ശത്രുക്കൾക്ക് പോലും. പക്ഷെ പറഞ്ഞതാ. ഓക്കെ, എന്ന് വെച്ചിട്ട് നമ്മൾ ഒരാൾ പറയുന്നത്, ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് വെച്ചിട്ട് അവർ പറയുന്ന എല്ലാ കള്ളങ്ങൾക്കും കൂട്ടുവന്ന് കണ്ണടച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ തെറ്റേണ്ട തെറ്റെന്ന് പറയും. അത് ഇപ്പം എന്ത് സാഹചര്യത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, രേണുവിന് വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കണമെന്ന് ഒരു വ്യക്തിയാണ്. ബുദ്ധി കൊടുക്കണമേ എന്നും അസുഖത്തിൽ നിന്നും മുക്തി കൊടുക്കണമേ എന്ന് ഞാൻ പറയും. കാരണം കൂടെ നിൽക്കുന്ന മുണ്ണകളും ബുദ്ധിയില്ലാത്ത കുറേ സാധനങ്ങൾ ഇവളെ വെച്ച് മുതലെടുപ്പ് നടത്തി, ആൻഷാദിനെ പോലെ ഉള്ള കൊണ്ട് ഇവളെ കൂടെ നിൽക്കുന്ന ഇവളെ വെച്ച് മുതലെടുപ്പ് നടത്തിയിട്ട് മൂഞ്ചിക്കുന്ന ടീമുകൾ. അതൊക്കെ പറയുന്നത് പോലെ കേട്ട് തുള്ളിയാണ് ഈ കോലത്തിലായത് ആ പെണ്ണ്. അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നെറ്റ് നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. അടുത്ത ഹെൽത്ത് മിനിസ്റ്ററിനെ അയച്ചേക്കുന്നത് നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന രേണു സുധി, അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അവർ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് കീമോ ചെയ്യുന്നത്. അവർ അവകാശപ്പെടുന്നത് ഒരു കീമോ ചെയ്യാൻ 2 ലക്ഷം വേണമെന്ന്. അത് സത്യമാണെങ്കിൽ പാവം ക്യാൻസർ വന്നാൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക? ഇത് സത്യമാണെങ്കിൽ ഇതിൽ നടപടി എടുക്കണം. അല്ലെങ്കിൽ ഇത് പറഞ്ഞ സുധിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന രേണു സുധി അറസ്റ്റ് ചെയ്യുക. സുധിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്നത് അതായത് ഈ പറയുന്ന കള്ളമാണെങ്കിൽ അത് ക്രൈമാണ് എൻ്റെ പൊന്നളിയാ. അത് മനസ്സിലാക്കടാ, അതിനുള്ള സാമാന്യ ബോധം കാണിക്കടാ നീ. ഓക്കെ, കള്ളമാണെങ്കിൽ അത് ക്രൈമാണ്. കള്ളമല്ലെങ്കിൽ ഓക്കെ, എങ്ങനെയാണ് അവർക്ക് ഇത്രയും ചിലവായത്? ഈ 2 ലക്ഷത്തോളം രൂപ
അത് ഇവർക്ക് ഇനി സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നത് കൊണ്ട് കാരുണ്യയിലൊന്നും തരൂല എന്ന് പറഞ്ഞു വിട്ടോ? ഇനി ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ആണോ? എന്താണ് അത് തുറന്ന് പറയട്ടെ. ഇപ്പോൾ ബില്ല് കാണിച്ചു, ഇനി ഈ ബില്ല് ചിലപ്പോൾ ഗവൺമെൻറ്റിൽ കൊടുത്തിട്ട് റിട്ടേൺ ഫണ്ട് ചിലപ്പോൾ കിട്ടും, അങ്ങനെയൊക്കെ കാണും. ഓക്കെ, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് വ്യക്തമായിട്ടൊന്നും രേണു ഒന്നും പറയുന്നില്ല. എനിക്ക് 2 ലക്ഷം രൂപ കീമോയ്ക്ക് ചിലവായി കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യും? കറങ്ങി വീഴും. അപ്പോൾ ഒന്നുകിൽ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ വാ തുറക്കരുത്. ഇതേ ഉള്ളൂ. ക്യാൻസർ വന്നിട്ട് ഇത്രയും അവശ നിലയിൽ കിടക്കുന്ന അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഇവര് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ മുടിയൊക്കെ മുട്ടടിച്ച് അവരിങ്ങനെ അവരൊക്കെ അല്ലാതെ നിൽക്കുമ്പോ തന്നെ നല്ല റവന്യൂ വരുന്നുണ്ട്. അവരെ കുറിച്ച് ചെയ്യുന്ന നിന്നെ പോലെയുള്ളവന്മാര് ചെയ്യുന്ന വീഡിയോ തന്നെ എന്തൊരു റീച്ച് ആണെന്ന് അറിയാം. അപ്പൊ അത്രയും റീച്ചിൽ നിൽക്കുന്ന അവർക്ക് എന്തിനാണ് ഈ പറയുന്നത് മുടി മുറിച്ചിട്ട് ഇവിടെ ഒന്നും ഇങ്ങനെ കിടക്കേണ്ട ആവശ്യം? അവർക്ക് അല്ലാതെ തന്നെ ഒരുപാട് ഷോസും. അതിന് ആര് പറഞ്ഞിട്ട് അവർക്ക് അസുഖമില്ലെന്ന്? ഞാൻ പറഞ്ഞല്ലോ അസുഖം ഉണ്ട്, അവർക്ക് അസുഖമുണ്ട്. ഏറ്റവും ആദ്യമൊക്കെ തന്നെ ഞാൻ അറിഞ്ഞു. പിന്നെ ഇവളായതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റാതിരുന്ന് ഞാൻ ഡബിൾ മൈൻഡിൽ നിന്ന്, ദൈവമേ ഇവളിനി കള്ളമായിരിക്കുക പറയുന്നത്. പിന്നെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓക്കെ ആയി. ഓക്കെ, അവൾക്ക് അസുഖമൊക്കെ ഉണ്ട്. പിന്നെ ഇവളുടെ ഈ പരിപാടികൾ കാണുമ്പോൾ നാട്ടുകാർക്ക് തോന്നൂടെ അസുഖം ഇല്ലെന്ന്? സ്വാഭാവികം. അതിലും നാട്ടുകാരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. അതായത് മനസ്സിലാക്ക്. ഇനോഗ്രേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിപ്പോ എല്ലാ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അവർക്ക് വേറെ ഒന്നിനും പോകാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള യൂട്യൂബിൽ അവരുടെ അത് നീ അങ്ങ് ഉറപ്പിച്ച അവർക്ക് വേറെ ഒന്നിനും പോകാൻ പറ്റത്തില്ലെന്ന്? ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ആരും ഇനി ഈ ലോകത്തിൽ ഒന്നും ചെയ്ത ചരിത്രമില്ലേ? ക്യാൻസർ അല്ലാത്ത സമയത്ത് പിന്നെ എല്ലായിടത്തും എല്ലാം പോയിരുന്നല്ലോ. ഫ്ലവേഴ്സ് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും പോയില്ല. ഞാൻ ഈ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ നിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പൊന്നുകളിക്കാൻ ഞാൻ ചൊറിഞ്ഞു വന്നു. ഉള്ള കാര്യം പറയാമല്ലോ. വീഡിയോ ചെയ്തു. അവരുടെ ഫാമിലിയിൽ വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നല്ല പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്തിനാ അവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കുന്നു? അവർ ഈ പറയുന്ന അവരുടെ അസുഖം ശരിയല്ല, അവർ ഫേക്ക് ആണെന്ന് പറയുന്നു, അവർ അഭിനയമാണെന്ന് 2 ലക്ഷം രൂപ മരുന്ന് ഫേക്ക് ആണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ബോഡീസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഡിഫറെന്റ് രീതിയിലുള്ള അസുഖങ്ങൾ വരും. കീമോ ചെയ്യുമ്പോഴത്തേക്ക് പല ടൈപ്പ് കീമോ ഉണ്ട്. ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കീമോ, ഇപ്പൊ നമുക്ക് ഹെയർ ലോസ് ഒന്നും കുറവായിട്ടുള്ള രീതിയിലുള്ള കീമോസ്, അതേപോലെ വോമിറ്റിംഗ് അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കീമോ എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ പൈസ ആവും. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇതിപ്പം ഇവര് പറഞ്ഞിച്ച് കുറച്ച് ആൾക്കാർ ഇവർക്ക് റെക്കോർഡിംഗ് വീഡിയോസ് ഒക്കെ അയച്ചു. മീൻസ് ലൈക്ക് അവരുടെ ഫാമിലീസ് ഇങ്ങനെ ഉണ്ടായി, പക്ഷെ ഇങ്ങനെ വന്നില്ല. അങ്ങനെയൊന്നല്ല. ഇപ്പൊ ഒരാൾക്ക് ഇങ്ങനെ വെച്ചിട്ട് മറ്റൊരാൾക്ക് അങ്ങനെ വരണമെന്നില്ല ഒരിക്കലും. ഇത് എന്ത് സ്ത്രീയാണ്? എനിക്ക് സ്ത്രീ എന്ന് വിളിക്കാൻ പോലും തോന്നുന്നു. ഇത്രയും അവര് അങ്ങറ്റം എനിക്ക് അറിഞ്ഞൂടെ. അവര് ഇന്നോ നാളെ എന്ന് പറഞ്ഞാൽ കിടക്കുന്നവരാ. അവർ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുന്നവരാ. നിങ്ങളടുത്ത് പറഞ്ഞ എന്ത് വൃത്തികെട്ട ഒരു സംസാരം. ഈ ഒരൊറ്റ വാക്കുകൊണ്ടാണ് നിന്റെ വീഡിയോ ഞാൻ എടുത്തത്, മനസ്സിലായ? ഈ ഒരൊറ്റ വാക്കുകൊണ്ട്. പിന്നെ ഉടനീളം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച്. അതായത് ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. നിന്റെ അടുത്തൊക്കെ പറഞ്ഞു. നാണമുണ്ടോ? നിന്റെ ഭാര്യയുടെ അടുത്തും കൂടി, ഭാര്യയായിരിക്കും, എനിക്കറിയത്തില്ല ഭാര്യയാണോ പെങ്ങളാണോ, ഹൂവർ, ബോധമുണ്ടോ? ഒരു സാമാന്യ ബോധം. ഈ വീഡിയോ രേണു കാണുകയാണെങ്കിൽ രേണുവിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? രേണുവിൻ്റെ സപ്പോർട്ടറായിട്ടല്ലേ വന്ന് കൺസേൺ കാരണമല്ലേ നീ സംസാരിക്കുന്നേ? ഈ ഒരു വൃത്തികെട്ട സംസാരം, അതായത് ഇന്നോ നാളെയോ. എനിക്കിപ്പോൾ ഒരു മാരക അസുഖം എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാനൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്ന ഒരുത്തനാണ് 2020. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന സമയത്ത് സഹതാപം കാണിക്കും. എനിക്ക് പിടിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ അന്ന് എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ എൻ്റെ ഫ്രണ്ട്സോ ഇവൻ ഇനി ഇല്ലടേ ഇന്നോ നാളെ എന്ന് തന്നെ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ എങ്ങനെ പോകുമായിരുന്നു? പോട്ട് വിട്. നിനിയോ നിൻ്റെ ഭാര്യ, നിൻ്റെ കൂടെ ഇരിക്കുന്ന നിങ്ങൾക്ക് 2 പേർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മാരക അസുഖം വന്ന് നിങ്ങൾ ഒരുവിധം മൈൻഡൊക്കെ ഓക്കെ ആക്കി ഇങ്ങനെ റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ അസുഖത്തിൻ്റെ മൂർച്ചയിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വന്ന് പറയണം ഇവൻ ഇന്നോ നാളെ അല്ലെങ്കിൽ ഇവൾ ഇന്നോ നാളെ അതിൻ്റെ അകത്ത് വെച്ച് തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഓക്കെ, എങ്ങനെയായിരിക്കും ഇവിടെ? ബോധമുണ്ടോ? 2നും ബോധമുണ്ടോ? വലിയ വായ്ത്താളം അടിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരെണ്ണത്തിന് നിനക്കൊക്കെ ബോധമുണ്ടോ? ഇരുന്നങ്ങ് തള്ളി മറിച്ച് വിടുകയാണ്. ഇന്നോ നാളെയാണെന്നോ ബോധമില്ലാത്ത 2 എണ്ണം. ഇതുപോലെ കുറേ എണ്ണം വന്നിരുന്ന് അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് വെച്ച് നിനക്കൊക്കെ താങ്ങി തന്നത്. ഇന്നോ നാളെയാണെന്ന് സാമാന്യ ബോധമുണ്ടോ? ഒരു ആൾ അസുഖം വന്ന് കിടക്കുമ്പോൾ അവൻ ഇന്നോ നാളെ അല്ലെങ്കിൽ അവൾ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കണമെന്ന്. കോപ്പുകൾ, ഇത്തരം വിവരമില്ലാത്ത വിവരദോഷികൾ. ജീവിതത്തിൽ തിരിച്ചു വരണം മാത്രം അതിനകത്ത് ആ കിടക്കുന്ന കണ്ട കിടപ്പ് ഇപ്പൊ നമുക്ക് എത്ര ദ്രോഹം ചെയ്ത ഒരാളാണെങ്കിലും ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം അവരിപ്പൊ നമ്മളോട് എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും പറഞ്ഞില്ല രേണുവിന് ഇവിടെ എന്തെങ്കിലും വന്ന് രേണു തീരണമെന്നൊന്നും ആരും പറഞ്ഞില്ല, മനസ്സിലായി? പിന്നെ കമന്റ്സിലൊക്കെ ഉണ്ട് നിന്നെ പോലെയുള്ള കുറെ വേട്ടവളിയന്മാർ, അല്ലാണ്ടില്ല. ഓക്കെ, അവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരണമെന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത്. പക്ഷെ കാണിക്കുന്ന കള്ളത്തനങ്ങളും ഉടായ്പകളും ചൂണ്ടിക്കാണിക്കെ തന്നെ പെടും. പിന്നെ
നിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു അടുത്തിരിക്കുന്നത്. അല്ലെ അവള് പറഞ്ഞ കേട്ടല്ലോ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അത് ഈ ഒരു പോർഷൻ രേണു കാണുകയാണെങ്കിൽ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നിനക്ക് ഓർത്ത് ഒന്ന് പറയാൻ പറ്റൂടെ? ഇനി അതിന് മുകളിൽ ഒരു ഇല്ല ജീവിതത്തിൽ. അങ്ങനെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ എന്തിനാണ് അവരെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പുറം നടന്ന് അവരെ അങ്ങോട്ട് ഇല്ലാതാക്കും. ഇനി ഓൾറെഡി അവര് ഇല്ലാതായ പോലെ നിൽക്കുവാണ്. ഇങ്ങനെയുണ്ടോ വൃത്തികെട്ട ജീവികള്? ഇങ്ങനത്തെ വൃത്തികെട്ട ജീവികളുണ്ടോ ഇതേപോലെ? കീമോ ചെയ്ത പൈസ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് കേസ് കൊടുക്കാൻ, അവർക്ക് ഇഷ്ടമുള്ള പൈസ അവര് ചെയ്ത് കീമോ ചെയ്യുന്നത് നിനക്കെന്ത്? നിനക്ക് എവിടെ കാണിച്ചിരുന്നു ഇത്രയും വർഷം? നിനക്കൊക്കെ സാമാന്യ ബോധമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ പൊതുസമൂഹത്തിലോട്ട് കൊടുക്കുന്ന മെസ്സേജുകളിൽ കള്ളത്തനം ഉടായ്പകൾ ഉണ്ടെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാണിക്കും, ചോദ്യം ചെയ്യും. ഓക്കെ, മണ്ടത്തരം വിളിച്ച് പറയരുത്. എനിക്കതേ പറയാനുള്ളൂ. രണ്ടിനും 7 പൈസയുടെ വിവരമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചുമ്മാ കയറി നിന്ന് ബാക്കിൽ 2 ലൈറ്റും കത്തിച്ച് വെച്ച് സൈഡിൽ കുറേ ഫോട്ടോയും വെച്ചിരുന്ന് കൊണാന്ന് അടിക്കുന്നുണ്ട്. മിക്കവാറും എനിക്കെതിരെയും വരും. ഒന്നുമില്ലെങ്കിൽ നീ ഒറ്റയ്ക്കെങ്കിലും വരും, എനിക്കറിയാം. മുന്നേ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞ ശേഷമാണ് പുള്ളിക്കാരി വീഡിയോ തന്നെ തുടങ്ങിയത്. എന്നിട്ടും ഇമ്മാതിരി വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നല്ല പ്രശ്നം. നിങ്ങൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വേറെ കണ്ടന്റ് ഒന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ രേണുസുധീനെ പറയുന്നത്? അവരുടെ അല്ല, നിനക്ക് വേറെ കണ്ടന്റ് ഒന്നുമില്ലേ? നിനക്കെങ്കിൽ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലേടേ? നീ ആരുടെ നന്മമാരോ? കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. മറ്റോ കണ്ടന്റ് അല്ലാതെ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലെന്ന്. കണ്ടന്റ് ഇല്ല, ചെയ്യാൻ തോന്നല്ല. വല്ലതും ചെയ്യണ്ട എനിക്ക് പോയി കേസ് കൊടു. പരിപാടിയായിട്ട് പോകട്ടെ. അവരിപ്പോ ഓക്കെ, അവർ ഒരുപാട് കാര്യങ്ങൾ റോങ് ആയിട്ട് വന്ന് പറയുന്നുണ്ട്. അവരിപ്പോ അവരുടെ മോന്റെ കാര്യങ്ങളായിരുന്നു ഇപ്പൊ അവരെ ഏറ്റവും അവരെ മോൻ ഋതപ്പന് അവര് മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ആൾക്കാരെ പറ്റി നോക്കാൻ പറ്റും. അത് പറഞ്ഞത് എന്താണ് കുഴപ്പം? എടാ, നിനക്കൊക്കെ ബോധമുണ്ടാ? അപ്പൊ നീയൊക്കെ ഉറപ്പിച്ചാ രേണു മരിക്കുമെന്ന്? നീയൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണല്ലോ സംസാരം. നിന്റെയൊക്കെ വർത്തമാനം കേട്ട് തന്നെ കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാതിരുന്നാലേ ഉള്ളൂ അതിശയം. പക്ഷെ എന്ത് മനുഷ്യന്മാരാടാ ഇതൊക്കെ? അതിപ്പോ പറഞ്ഞപ്പോ അവർക്കിപ്പം അവരുടെ ഭർത്താവിന് തന്നെ മൂത്ത മോനായിട്ടുള്ള കിച്ചുവിനോട് വിടാൻ താല്പര്യമില്ല. താല്പര്യമില്ലെന്നുള്ള കാര്യം എന്ത് പറഞ്ഞാലും എന്താണ് പ്രശ്നം? അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അവരിപ്പോ അത് പറഞ്ഞു. അതിപ്പോ എന്താണ് കുഴപ്പം? ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ വിടലെന്നല്ലല്ലോ അവർ പറഞ്ഞത്. അവർ വന്നിരുന്ന് അവരിപ്പോ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് വന്നിരുന്ന് വലിയത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രശ്നം? ചിലപ്പം കിച്ചു എല്ലാം വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇതേപോലെ വന്നിട്ട് ഡ്രഗും അതും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് വന്നിരുന്നു. സോ അപ്പൊ നിനക്കൊന്നും അതിനെപ്പറ്റി പറയല്ലേ അല്ലേ? കിച്ചുവിനെ വെറുതെ വലിച്ചതിൻ്റെ അകത്ത് രേണു ഇട്ടത് ഈ വയ്യാത്ത അവസ്ഥയിൽ രേണു ഇരിക്കെ തന്നെ. അവിടെ വായത്താൾ അടിക്കുമ്പം എല്ലാം അടിക്കണം കേട്ടെ. കൊണോണെന്ന് മാത്രം വിട്ടാ പോരാ. ഇനിയിപ്പോ ചിലപ്പോൾ അവ ഉപയോഗിക്കുന്നില്ലായിരിക്കും. ചിലപ്പോൾ ഇനിയിപ്പോ അവ ഉപയോഗിച്ച ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും അവർ പറഞ്ഞ. ചിലപ്പോൾ അവരെടുത്ത് കിച്ചുവിനെടുത്ത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അവൻ ചിലപ്പോൾ പണ്ടൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കാം. ഈ പറയുന്ന രേണുവിന്റെ സൈഡിലായിരുന്നാലും കിച്ചുവിന്റെ സൈഡിലായിരുന്നു. രണ്ടുപേരുടെ സൈഡിലും നമ്മൾ നിൽക്കുന്നില്ല. പക്ഷേ ഈ കാണിക്കുന്ന തെണ്ടിത്തരം ഇവളുടെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ വന്ന് കിടക്കുമ്പോഴത്തേക്ക് നമ്മളെ പോലുള്ളവർ വന്നിരുന്ന അതിനെ പറ്റി എങ്കിൽ ഓക്കെ. നിന്റെ വീട്ടില് ഒരാള് വയ്യാണ്ട് കിടക്കുമ്പോ നീ പറയോ ഇനി അധികകാലം ഇല്ല എന്ന്? ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കണമെന്ന് നീ പറയോടെ? എനിക്കൊന്ന് ഉത്തരം താടേ. നീ നിന്റെ ഭാര്യയും കൂടി. ഭാര്യ തന്നെ അതോ സഹോദരി എനിക്കറിയത്തില്ല. എന്തായാലും നീ നിന്റെ അടുത്തിരിക്കുന്ന ചേച്ചിയും അല്ലേ, ചേച്ചിയാവാൻ വഴിയില്ല അനിയത്തി പറ, രണ്ടുപേരും കൂടി പറയോ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കിടക്കുകയാണെന്ന്? ഇത്രയും അസുഖമൊക്കെ വന്ന് കിടക്കുന്നവർ ഇത്രയും കടന്ന് ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. അതും വന്ന് കിടക്കുന്നവരും കുറച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കണം. അല്ലാണ്ട് പോടെ മോശം പരിപാടി, മോശം. ഇവളെ ഇങ്ങനെയുള്ള പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന നല്ല അവരുടെ ഇതിൽ വന്നിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ പോട്ടെ കുഴപ്പമില്ല നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് വെറും തെടുത്തരം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവന്മാരാണ് മാക്സിമം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തിരിച്ചു പറയുന്നത്. കീമോ ഒക്കെ ഇപ്പൊ 2 ലക്ഷം രൂപയുടെ കീമോ ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? അത് ആരാണ് പറഞ്ഞത്? ഇപ്പൊ 2 ലക്ഷം രൂപയുടെ കീമോ ഇല്ലെന്നാരും പറഞ്ഞില്ല. പക്ഷെ 2 ലക്ഷം രൂപയുടെ കീമോ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നപ്പോഴാണ് ആൾക്കാർക്ക് ഡൗട്ടായത്. കാരണം അവിടുത്തെ ചികിത്സയിലായിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് സംസാരിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച് കേട്ടാ. എന്തെങ്കിലും ഉടായ്പകളുണ്ടെങ്കിൽ ജനങ്ങൾ കണ്ടുപിടിച്ച് അത് ക്ലിയർ ആക്കണം. നിനക്കൊന്നും വിവരമില്ല വിവരദോഷികളെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യേ? ഇപ്പം ഫിലിം സ്റ്റാർസ് അങ്ങനെയുള്ള ആൾക്കാർ നല്ല കാശുള്ളവരെല്ലാം നല്ല ഹൈ പെയ്ഡ് ഡോസ് നല്ല നല്ല ആയിട്ടുള്ള നല്ല നല്ല മെഡിസിൻ ആയിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ അവർക്ക് ഹെയർ ലോസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല മെഡിസിൻ. ഫിലിം സ്റ്റാർസ് രേണുവിനെ പോലെയൊക്കെ ഉള്ള ഫിലിം സ്റ്റാർസ് ഒക്കെ
നല്ല മെഡിസിനാണ് എടുക്കുന്നത്. ഓക്കെ, പറഞ്ഞു എന്താണോ അവരുടെ സ്പെസിഫൈ ആയിട്ട് അവർക്ക് ഗ്രോത്ത് വേണ്ടത് അതെ ഇത് തടയേണ്ടത്, ആ സാധനത്തിന് മാത്രം സ്പെസിഫൈ ചെയ്ത് ഗ്രോത്ത് തടയണമെങ്കിൽ അതിനനുസരിച്ച് ഇവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ MBBS കഴിഞ്ഞിരിക്കണമല്ലാണ്. ഇവിടെ പോടാ തള്ളാതായിരുന്നു. ഇനി വേറൊരു ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നേക്കണത് രേണുവിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയാനാണ്. നിങ്ങളത് അറിയണം. നിങ്ങളെ ഉള്ളൂ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്റെ നല്ല ഞാനും പ്രാർത്ഥിക്കും. ഇതിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ നിർബന്ധിക്കണില്ല കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കും. പല്ല് തയ്ക്കാൻ പോലും പറ്റാണ്ട് അത്രയ്ക്കും മോശപ്പെട്ട ഒരവസ്ഥയിൽ കൂടെയാണ് ഇപ്പൊ കടന്നു പോണത്. അവർക്ക് ആരോഗ്യമേ ഇല്ല, കൈ പൊങ്ങണില്ല, ബോഡി ഫുൾ പെയിൻ, ചുരുണ്ടുകൂടി കിടക്കാണ്. 6 സൈക്കിൾ കീമോ കഴിഞ്ഞ ശേഷം അവർക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. കീമോ സഹിക്കാനുള്ള ഒരു ആരോഗ്യം കൊടുക്കണേന്ന് വേണം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ. കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് പ്രായഭേദമന്യേ 90 വയസ്സായവർക്കും എന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് ഇത് നാളെ നിങ്ങൾക്കും വരാം. ഈ അസുഖം വന്നു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ജന്മത്തെ എല്ലാ പാവങ്ങളും തീരും. അത്രയ്ക്കും മോശമായൊരു അവസ്ഥയിൽ കൂടെയാണ് രോഗികൾ കടന്നു പോണത്. നമുക്ക് എപ്പോ വേണമെങ്കിൽ വരാൻ, ആരും പ്രതീക്ഷിക്കുന്ന ഒരു അസുഖമല്ലത്. ഉണ്ടെങ്കിലും എന്തൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്താലും ദൈവവിധി മാറ്റാൻ പറ്റില്ല. നല്ല വാക്കുകൾ സംസാരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എല്ലാരും രേണുവിന് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കണം. സത്യസന്ധമായിട്ടുള്ള വളരെ നല്ല വാക്കുകളാണ് ഈ ചേച്ചി പറഞ്ഞത്. ഞാൻ 100% ഇതിനോട് യോജിക്കുന്നു. ഓക്കെ, പകരം നേരത്തെ വന്നിരുന്ന അടിച്ച കുണയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇവനെ കാലവാരി കിണ്ടിയെടുത്ത് വിളവാരം അറിയാനായിട്ട് നമുക്ക് തോന്നും. അമ്മ അത് രീതിയിലാണ് അവൻ ഭർത്താവൻ അടിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം മറ്റേ ഉണ്ണാക്കന്മാർ, ഇവൻ മറ്റേ അന്തമാതിരി ഒരു സംസാരം. എടാ പോടാ, ചുമ്മാ തള്ളി മറിക്കാതെ കുട്ട. നമുക്ക് ആർക്കും ഒരു ആഗ്രഹമില്ല രേണു എന്തെങ്കിലും സംഭവിക്കണമെന്ന്. പിന്നെ നിന്നെയൊക്കെ പോലുള്ളവർ വന്നിരുന്നിട്ട് അടിക്കുന്ന കുണ കേൾക്കുമ്പോൾ ചിലപ്പം നാട്ടുകാർക്ക് തോന്നിപ്പോകും രേണുവിന് വല്ല സംഭവിക്കുന്നു. ഇത് കാണുന്ന രേണുവിന് വല്ല മാനസികമായിട്ട് തളർച്ച വരാതിരുന്നാൽ കൊള്ളാം. രേണു, നിനക്കൊരു കോപ്പുമില്ല, നീ തിരിച്ചു വരും. ഓക്കെ, തിരിച്ചു വാ. അല്ലാണ്ട് തളരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കള്ളത്തനങ്ങൾ ഉടായ്പകളൊക്കെ കുറച്ചിട്ട് ജീവിതത്തിലോട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നുകൊണ്ട് നല്ലോണം തിരിച്ചു വരാൻ നോക്ക്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.